ഏതു ദിവസവും പല നാടുകളിൽ നിന്ന് ആയിരങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിൽ തേടിക്കൊണ്ട് ഇവിടെ എത്താറുണ്ട്. ഇന്ന് 18ാമത്തെ ദിവസമാണ്. വളരെ പ്രത്യേകമായിട്ട് മകരം പെരുന്നാളിൻ്റെ ഇത് നമ്മുടെ പെരുന്നാളാണ്, നാട്ടുകാരുടെ പെരുന്നാൾ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, നമുക്ക് ഈ നാടിൻ്റെ അനുഗ്രഹങ്ങൾ ആയിരങ്ങൾ, 10,000, ലക്ഷം കണക്കിന് മനുഷ്യർക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞതിൻ്റെ ആ ഓർമ്മയിൽ, ആ സന്തോഷത്തിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. നമുക്ക് അഭിമാനിക്കാം, ഞാൻ അർത്തുങ്കൽക്കാരനാണ്, അർത്തുങ്കൽക്കാരിയാണ് എന്ന്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. എനിക്ക് അഭിമാനമുണ്ട്, നിങ്ങൾക്കും അതുണ്ടാകും എന്നെനിക്കറിയാം. നമ്മൾ എപ്പോഴും പാട്ട് കേട്ടിട്ടുണ്ട്, അർത്തുങ്കൽ ഇന്നൊരു പുണ്യഭൂമി, തീർത്ഥാടകർക്ക് ധന്യഭൂമി, തിരമാല തഴുകും തീരത്തിൽ ഈ ദേവാലയം ആധിയും വ്യാധിയുമെല്ലാം അകറ്റിക്കൊണ്ട് ഇവിടെ പുണ്യവാൻ ഇരിക്കുന്നു എന്ന് നമ്മളത് വിശ്വസിക്കുന്നുണ്ട്, എന്നും അനുഭവിക്കുന്നുമുണ്ട്. ഈ പാട്ട് എഴുതിയത് നമ്മുടെ ഒരു നാട്ടുകാരനാണ് എന്നാണ് എൻ്റെ അറിവ്. ഇദ്ദേഹം ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മിൽ അനേകർക്ക് ഉള്ള വികാരം തന്നെയാണ് അർത്തുങ്കൽ ഒരു പുണ്യസ്ഥാനമാണ് എന്ന്. എഴുതാനും വായിക്കാനുമൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ സ്കൂളിൽ ചേർന്നത്. ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹം ഒരു എഴുത്തുകാരനാകണം എന്നതായിരുന്നു. അന്നത്തെ എൻ്റെ ധാരണയനുസരിച്ച് എഴുത്തുകാരനാകണോ ആദ്യം ഒരു തൂലികാനാമം വേണം എന്നാണ്. ഞാനൊരു തൂലികാനാമം കണ്ടുപിടിച്ചു. അതിതായിരുന്നു, അർത്തുങ്കൽ ജോസഫ് എന്ന്. പിന്നെ തിരിച്ചും ഇട്ട് നോക്കി, ജോസഫ് അർത്തുങ്കൽ, ഇത് ഏതാണ് നന്നായിട്ട് ചെവികളിൽ മുഴങ്ങുന്നത് എന്ന് കരുതി. തൂലികാനാമം അവിടം വെച്ച് എൻ്റെ എഴുത്ത് സ്കൂളിലായിരുന്നപ്പോൾ തീർന്നു എന്നറിയുക. അപ്പോൾ എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നന്ദി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ അടിസ്ഥാന ഭാവം ആണ് എന്നതാണ്. കിട്ടിയ സ്നേഹത്തിന്, കരുതലിന്, പരിചരണത്തിന് പകരം കൊടുക്കുക, അതാണ് നന്ദി എന്ന് പറയുന്നത്. ചെടികൾക്ക് നന്ദിയുണ്ട്, മൃഗങ്ങൾക്ക് നന്ദിയുണ്ട്. മനുഷ്യരിൽ വരുമ്പോൾ ഈ നന്ദി അല്പം കുറഞ്ഞു പോകും. നമ്മളും ദൈവത്തോട് നീ തന്നതല്ലാതെ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് നന്ദി പറയേണ്ട കാര്യവുമുണ്ട്. നമുക്കറിയുമോ, നമ്മൾ വളർത്തുന്ന ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ സാമീപ്യം, സ്പർശനം, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നത്. ചെന്നൊന്ന് തൊട്ട് തലോടി നോക്കൂ, വേഗം അത് വളരും.
ഫലം പുറപ്പെടുവിക്കും, നമ്മളെ സന്തോഷിപ്പിക്കും. അതിൻ്റെ പ്രതിനന്ദിയാണ് അത്. ഞാനൊരു പള്ളിയിലായിരിക്കുമ്പോൾ ഈ 3-ാം വർഷത്തിൽ കായ്ക്കുന്ന 2 തെങ്ങുകൾ വാങ്ങിക്കൊണ്ടു പോന്നു. ഒന്ന് മേടവളപ്പിലും വെച്ചു, മറ്റൊന്ന് അടുത്ത മഠത്തിൽ അവിടെയും കൊടുത്തു. അതൊരു നൊവീഷ്യറ്റ് മഠമായിരുന്നു. എല്ലാ ദിവസവും ഗാർഡൻ വർക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കൊണ്ട് ഈ ചുവടൊക്കെ വെച്ചിരുന്നത് കൊണ്ട് 3 വർഷമാകുന്നതിന് മുമ്പ് ആ തെങ്ങ് കായ്ച്ചു, സമൃദ്ധമായിട്ട് ഫലം നൽകി. മേടവളപ്പിൽ വെച്ചതിന് അത്ര പരിചരണമൊന്നും കിട്ടിയില്ല. വളരെ വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അത് കായ്ച്ചത്. അതാണ് എല്ലാവരും നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും സ്പർശനവുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന ബിഷപ്സ് ഹൗസിൽ എൻ്റെ ചുറ്റും ധാരാളം ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പ്ലാവ്, മാവ്, അത്തി, ഇങ്ങനെയല്ല. ആദ്യത്തെ വർഷം തന്നെ കായ്ക്കുന്നതുണ്ട്, 2ാമത്തെ വർഷമുണ്ട്, എല്ലാം. കാരണം എല്ലാ ദിവസവും ഞാനതിൻ്റെ ചുവട്ടിലൊക്കെ പോകും. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് പ്രകൃതിയുടെ അടിസ്ഥാന ഭാവമാണ്. ജീവജാലങ്ങൾ എല്ലാം. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ധാതുക്കളുണ്ട്, പിന്നെ ചെടികളും മരങ്ങളുമുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ധാതുക്കളുടെ സ്വഭാവം എന്താണ്? തങ്ങൾക്കുള്ള ഏറ്റവും നല്ലതിനെ സമർപ്പിക്കുന്നു. ആ സമർപ്പണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ചെടികളും മരങ്ങളുമൊക്കെ വളരുന്നത്. ചെടികളും മരങ്ങളുമാകട്ടെ ഫലങ്ങൾ തന്ന് തണൽ തന്നൊക്കെ നമ്മോട് അതിൻ്റെ വളർച്ചയുടെ നന്ദി കാണിക്കുന്നുണ്ട്. മനുഷ്യരും ഈ രീതിയിൽ തന്നെ അപ്പോഴാണ് ലോകം സുന്ദരമാകുന്നത്. ജീവജാലങ്ങൾ പരസ്പരം ഒരു ആദാന പ്രദാന പ്രക്രിയ, കൊടുക്കവാങ്ങലിൻ്റെ ഒരു അനുഭവം, ഒരു സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്പം ഭാവനാപൂർവം ഒന്ന് ചിന്തിച്ചേ. വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നാം അതിനെ കണ്ടാൽ ആ കല്ല് തീർച്ചയായിട്ടും നമ്മോട് പറയുക, ഇത് ഈ വഴിയിൽ നിന്ന് ഒന്ന് മാറ്റിയിടുക എന്ന് പറയുന്നുണ്ടാകും. നമ്മിൽ അനേകർ അതിനൊന്നും തുനിയാതെ മുന്നോട്ട് പോയെന്നിരിക്കും. കാണാതെ പോയാൽ നമ്മൾ തട്ടി വീഴും. ആ കല്ല് നമ്മളെ തട്ടി വീഴ്ത്തും. നമ്മളോട് പറയുന്നത് എന്താണ്? എന്നെ കണ്ടില്ല എങ്കിൽ ഞാൻ നിന്നെ വീഴ്ത്തും എന്നാണ്. വീഴുന്നതല്ല, വീഴ്ത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഭാവന, വെറും ഭാവനയല്ല, അത് നമുക്ക് അത്യാവശ്യമാണ് എന്നറിയുക. എന്തിനേയും ശ്രദ്ധിച്ച് കടന്നു പോകേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. നമുക്ക് കിട്ടിയ ദാനങ്ങളൊക്കെ, ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനങ്ങളൊക്കെ ഊട്ടി വളർത്തി മറ്റു മനുഷ്യർക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ അതിനെ വളർത്തിയെടുക്കാനായിട്ടുള്ള ചുമതലയെക്കുറിച്ചാണ് നമ്മൾ ഏതു നേരവും ഓർക്കേണ്ടത്. ആരോ ഒക്കെ ഒരുക്കി തന്ന വഴികളിലൂടെയാണ് ഞാൻ നിങ്ങളെയൊക്കെ
ആരോ എന്തോ ഒക്കെ ആയത് എന്ന് മനസ്സിലാക്കണം, ഓർമ്മിക്കണം. നമ്മളാരും സെൽഫ് മെയ്ഡ് മനുഷ്യരൊന്നുമല്ല. സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണടാ എന്നൊന്നും പറയാൻ നമ്മളാരും തുനിയരുത്. അനേകർ നമുക്ക് വഴിവെട്ടി തന്ന ആ വഴികളിലൂടെ തന്നെയാണ് നമ്മൾ ഇത്രയിടം എത്തിയത് എന്ന് മറന്നു പോകാതിരിക്കുക. ഈ വിചാരം മനസ്സിൽ ഉണർത്തി നിർത്താനും മറ്റുള്ളവരോട് ആ വിചാരം മറ്റുള്ളവരിലും സൃഷ്ടിച്ചെടുക്കാനും മക്കൾക്ക് പിന്നെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് പകർന്നു കൊടുക്കുവാനുമൊക്കെ നമുക്ക് കഴിയണം. അതിനാദ്യം നമുക്ക് തന്നെ ഇത്തരം ഒരു വികാരം ഉണ്ടാകണം. അപ്പോൾ പറയും, മനുഷ്യരെ ഉണർത്താൻ ശ്രമിച്ചവരൊക്കെ കൊല്ലപ്പെട്ട ചരിത്രമാണ് ഈ ലോകത്തിലുള്ളത് എന്ന്. മനുഷ്യനെ പ്രഭാതമായി എന്ന് കൂകി ഉണർത്തുന്ന കോഴി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മേശയിലെ വിഭവമായിത്തീരും. അത് വധിക്കപ്പെടുകയാണ്. നമ്മളെ ഉണർത്തുന്ന അലാറം ക്ലോക്ക് നമ്മൾ അതിനെ ഉടനെ നിശബ്ദമാക്കും, അല്ലെങ്കിൽ അതിനെ എടുത്തെറിയും. കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ച പണി അത് ചെയ്തത് കൊണ്ട് അത് എടുത്തെറിയപ്പെടുകയാണ്. അപ്പം മനുഷ്യരെ ഉണർത്താനും ഉണരാനുമൊക്കെ സഹായിക്കുന്നവരൊക്കെ നിശബ്ദരാക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തിൽ നമുക്കെന്തിനാണ് നന്ദി എന്ന് നമുക്ക് തോന്നിപ്പോകാം. പണ്ട് കാലത്ത് തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോജിത്തോ ഏഗോ സും. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന്. എൻ്റെ ആ ജീവിക്കലിൻ്റെ തെളിവായിട്ട് എൻ്റെ ചിന്തയാണ് അർപ്പിക്കുന്നത്. ഇന്നെന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്, അനേക മനുഷ്യർ ജീവിക്കുന്നത് മറ്റൊരു ഫോർമുലയിലാണ്. ഐ ക്യാൻ ഹേർട്ട് ദെർഫോർ ഐ ആം. എനിക്ക് നിന്നെ മുറിപ്പെടുത്താനായിട്ട് സാധിക്കും, അതുകൊണ്ട് ഞാനിവിടെയുണ്ട്, സൂക്ഷിച്ചോ എന്നതാണ് ഇന്നത്തെ മനുഷ്യാനുഭവം. കൊച്ചുകുട്ടി വരെ പറഞ്ഞെന്നിരിക്കും, സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തീർത്ത് കളയും എന്ന്. ശരീരമാണ് ഭരിക്കുന്നത്, മനസ്സല്ല. അപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനാണ് ഈ രക്തസാക്ഷിയുടെ മുന്നിലിരുന്നു കൊണ്ട് പരസ്പരം കൊടുത്ത് മറ്റൊരാളിന് വേണ്ടി ജീവിച്ച് ഒക്കെ സാധിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന്. കുടുംബത്തിൽ നിങ്ങൾ അനേകർ വിവാഹിതരാണ്. എന്താണ് അന്നെടുക്കുന്ന പ്രതിജ്ഞ? സന്തോഷത്തിലും സന്താപത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ കൂടെ ഉണ്ടാകും എന്ന്. ഇന്നതിൻ്റെ പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയാം. പെട്ടെന്ന് അത് തീരുകയാണ്. മറ്റൊരാളുമായിട്ട് തൻ്റെ സുഖം, തൻ്റെ സൗകര്യങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യം വളരെ കുറവാണ്. അതുകൊണ്ട് കല്യാണമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ചിലർ ലിവിങ് ടുഗദർ എന്ന് പറയും. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ ഗുഡ് ബൈ പറഞ്ഞ് സ്വതന്ത്രമായിട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് അവർ കുട്ടികളെ വേണ്ട എന്ന് കരുതും. കാര്യം കുട്ടി ഒരു പ്രശ്നമാണ്. പോകാൻ തുടങ്ങുമ്പോൾ കുട്ടി ഒരു വിഷയമായിട്ട് തീരും. ഈ അടുത്ത ദിവസം വായിച്ചു, മനുഷ്യർ ലിവിങ് ടുഗദറും കഴിഞ്ഞിട്ട് ലിവിങ് എപ്പാർട്ട് ടുഗദർ എന്ന് പറഞ്ഞാൽ
ഭാര്യയും ഭർത്താവും എന്ന്, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും സ്നേഹത്തിൽ തന്നെയാണ്, എന്നാൽ ഒരുമിച്ച് താമസിക്കാൻ അവർക്ക് താല്പര്യമില്ല. എൻ്റെ ടൈം ടേബിളും എൻ്റെ കാര്യങ്ങളും പോകണം. ഒരാളിവിടെ, മറ്റേ പങ്കാളി വേറൊരു സ്ഥലത്ത്. അവർക്ക് പരിചയ സ്നേഹം തന്നെയുണ്ട്, പക്ഷെ ഒരുമിച്ച് വേണ്ട. അപ്പോൾ മറ്റൊരാളുമായിട്ട് നമ്മൾ യോജിച്ച് പോകാനായിട്ടൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കാത്തൊരു ലോകത്തിൽ മറ്റൊരാളിന് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധരും, പ്രത്യേകിച്ച് രക്തസാക്ഷികൾ. വിശ്വാസമെന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. നിൻ്റെ വിശ്വാസം നിനക്ക് പ്രശ്നമാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് വിശ്വാസം ഇല്ല എന്നതാണ്. ഒരു സംശയവും അതിനെക്കുറിച്ച് വേണ്ട. ഈ ശിഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒളിച്ചു വെക്കാനായിട്ടൊന്നും സാധിക്കുന്നതല്ല. എന്താണ്? ഒളിവിൽ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. നമ്മളൊന്നുകിൽ ഒളിവിന് ശിഷ്യത്വം ഒഴിവാക്കും, തീർത്ത് കളയും, അല്ലെങ്കിൽ ശിഷ്യത്വം ഒളിവിന് വെളിവാക്കും. ഈ കൂട്ടം തന്നെ ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ട് ഈ മറ്റു മതവിശ്വാസികൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ചില സ്ഥലങ്ങളിൽ പോയി നിന്ന് ചില മനുഷ്യർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ വളരെ കാര്യമായിട്ട് പ്രത്യക്ഷം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നിന്ന് ആ ഭക്തി അവർ പ്രകടിപ്പിക്കുന്ന നേരത്ത് നമ്മളിൽ ചിലർ അറിയാതെ ബാവായിക്കും പുത്രനും എന്ന് വെക്കും. കാരണം എന്താ? നമ്മൾ അടിസ്ഥാനപരമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ ആയിത്തീർന്നവരാണ്. ഒളിച്ചു വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് വരും എങ്ങനെയെങ്കിലും. ഇന്ന് നമുക്കറിയാം വിശ്വാസം എത്രയോ മനുഷ്യർക്ക് പ്രശ്നമാണ് എന്ന്. ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളായിരുന്ന ഇറാഖിലും ഇറാനിലും ലിബിയയിലും ഒക്കെ എത്രയോ മനുഷ്യരാണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ പുറപ്പെട്ടു പോവുക എന്നുള്ള ദുരന്ത അനുഭവത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ ജീവിക്കുന്നത്, വേണ്ടി വന്നാൽ മരിക്കുകയുമൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും അങ്ങനെയുള്ള പീഡനങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയാനായിട്ട് സമീപകാല സംഭവങ്ങൾ നമ്മളെ അങ്ങനെ പ്രേരിപ്പിക്കുന്നുമില്ല. അപ്പോൾ വിശ്വാസം ഒരു പ്രശ്നമാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് നാടോടുമ്പോൾ നടുവെ ഓടിയിട്ടായാലും തടി വട്ടമാക്കുന്നതിനെക്കുറിച്ചാണ് മനുഷ്യർ. നമ്മളും ആ രീതിയിൽ ജീവിക്കുമ്പോൾ ഈ രക്തസാക്ഷിയോ വിശുദ്ധനെയോ ഒന്നും അനുസ്മരിക്കുന്നതിന് കൊണ്ട് ഫലമൊന്നുമില്ല. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു? എന്താണ്? അവനെ പ്രതി ദിവസം മുഴുവൻ ഞാൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ ഞാൻ കരുതപ്പെടുന്നുവെന്ന്. വീണ്ടും അദ്ദേഹം എഴുതി, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ വരാനിരിക്കുന്നവർക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധ്യമല്ല എന്ന് ആ അപ്പോസ്തലൻ സ്വന്തം ജീവൻ കൊണ്ടാണ് താൻ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചത്. ജീവിതം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നീട്ടിയെടുക്കാമെന്ന് കരുതിയില്ല. ക്രിസ്തുവെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലുത് ദൈവസ്നേഹമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കും രക്തസാക്ഷിത്വം വലിയ ഭയങ്കര പ്രശ്നമാണെന്ന്. വിശ്വാസിയായിട്ട് ജീവിക്കുക, തുടർന്ന് ജീവിക്കുക എന്നത്
രക്തസാക്ഷിത്വത്തെക്കാളും പ്രയാസമുള്ള കാര്യമാണ്. രക്തസാക്ഷിത്വം ഒരൊറ്റ സംഗതി കൊണ്ട് തീരും. വിശ്വാസിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിരന്തര ഒരു ഡെയിലി മാർട്ടിടമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത്തരം രക്തസാക്ഷികളുടെ മാതൃകയാണ് സഭയെ ഇത്രയിടം വളർത്തിയത് എന്നറിയുക. കാരണം വളരെ ചെറിയൊരു സഭ, സ്റ്റീഫൻ തുടങ്ങി മുന്നോട്ട് വന്ന് സെബസ്ത്യാനോസ്, അങ്ങനെ അനേകര് വേദനയുടെ നേരത്ത് ഇന്ന് മനുഷ്യരെ മനസ്സിലാക്കുന്നത് രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി നടക്കുന്നവരെ എന്നാണ്. ക്രൈസ്തവ ധാരണയനുസരിച്ച് കൊല്ലാൻ നടക്കുന്നവരല്ല, കൊല്ലപ്പെടുമ്പോഴും അവരുടെ മേൽ കരുണയുണ്ടാകണമേ, അവിടെ വിലാപമില്ല, ക്ഷമയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ ആ അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പിറകിൽ ഇങ്ങനെ ഈ വേദനയും വിലാപവും ഒന്നുമില്ലാതെ, അതുകൊണ്ടാണ് സ്റ്റെഫാനോസ് സ്വർഗം തുറക്കുന്നതും മാലാഖമാർ അവിടെയൊക്കെ നിൽക്കുന്നതും എല്ലാം വെച്ചുകൊണ്ട് കർത്താവ് കാത്തിരിക്കുന്നതും എല്ലാം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് വിലാപമില്ലാതെ മരണത്തിന് നിന്നുകൊടുക്കുന്നത്, കല്ലെറിയപ്പെട്ട് കൊല്ലാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഈ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും സാധ്യമല്ല, പക്ഷേ ഒരു ദിവസം സാധ്യമാകും. ഒറ്റ ദിവസം കൊണ്ടെല്ലാം മാറ്റിയെടുക്കാമെന്ന് കരുതരുത്. ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം അത് സാധ്യമാകും എന്ന അനുഭവങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പണ്ട് ഈ പുത്തൻ വെള്ളം വാങ്ങാനായിട്ട് എന്തൊരു തിക്കും തിരക്കുമാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഗ്ലാസ് ഈ ചില്ലിൻ്റെ കുപ്പികളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി തിക്കിത്തിരക്ക് വരുമ്പോൾ അത് വീണ് പല കുപ്പികളും പൊട്ടുന്നത് ഒരു സാധാരണ കാര്യമാണ്. ചാരം ബുധനാഴ്ച ആ ചാരം കൊണ്ടുപോകാനായിട്ട് എന്തൊരു തിരക്കാണ്. എനിക്കാദ്യം വേണമെന്നുള്ള ബഹളമാണ് അവിടെ. നിങ്ങളെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ പോയി നോക്കിയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ദിവസം മുഴുവൻ അവിടെ ഇരിക്കുമ്പോൾ, ഉച്ചയാകുമ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ നേരത്ത് അവിടെ 2 കഷ്ണം റൊട്ടി വെച്ചിട്ടുണ്ടാകും, വെള്ളവും വെച്ചിട്ടുണ്ടാകും. അവിടെ ഒരു തിക്കും തിരക്കുമൊന്നുമില്ല. താൻ പോ എന്നുള്ള രീതിയിൽ എൻ്റെ വിശപ്പിനേക്കാൾ മറ്റുള്ളവൻ്റെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നവർക്ക്, അതാണ് പറഞ്ഞത്, നമുക്ക് മാനസാന്തരം സാധ്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല, എന്നാൽ ഒരു ദിവസം നമുക്കത് സാധിക്കും എന്ന് ആർത്തിയില്ലാതെ ആർഭാടമില്ലാതെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവൻ്റെ കാര്യമൊന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. നമുക്കൊക്കെ ഹൃദയവിശാലതയ്ക്ക് പകരം ഹൃദയത്തിൻ്റെ ചുരുങ്ങലാണ് നടന്നിരിക്കുന്നത്. ഈ നഴ്സറിയിലെ ബോൺസായി മരങ്ങൾ ഇന്ന് മനുഷ്യർക്ക് വളരെ ആകർഷകമാണ്. അലങ്കാര വസ്തുവായിട്ട് 10 വർഷം കൊണ്ടായിരിക്കും ഇതൊരിത്തിരി വളർത്തിയെടുക്കുന്നത്. ഇതുപോലെ വിശ്വാസം തന്നെ, ഹൃദയം തന്നെ ഇങ്ങനെ ബോൺസായി ആയി പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത് എന്ന നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നിവിടെ ഈ നന്ദിയുടെ ദിവസത്തിൽ ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലിരിപ്പ് എന്നൊന്ന് ഓർത്തു നോക്കുക. നല്ലതായിരിക്കണം നമ്മുടെ കയ്യിലിരിപ്പ്. കൊടുക്കുന്നതിനും എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നതിനുള്ളൊരു മനസ്സുമായിട്ട് വേണം നമ്മൾ ഈ ദിനത്തിൽ ഇവിടെ ഇരിക്കാൻ. എല്ലാം എനിക്ക് വേണ്ടിയെന്ന് ചിന്തിക്കരുത്, എന്നാൽ മറിച്ച് ചിന്തിക്കാം, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന്. ഇനി അഥവാ അങ്ങനെ തോന്നിയാൽ, എല്ലാം എനിക്ക് വേണ്ടിയെന്ന് ചിന്തിച്ചു പോയാൽ അടുത്ത നിമിഷം ഓർക്കണം, ഞാൻ എല്ലാവർക്കും വേണ്ടി എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വളർന്ന് എത്തണം. ഹൃദയം ബോൺസായി പോലെ, മരം പോലെ ചെറുതായി പോകാനായിട്ട് ഇടയാകരുത്.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. ഓരോരുത്തരും സഹോദരനെ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കരുതണം എന്ന്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മാതൃക. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, എന്താണ്, കണിക്കൊന്നയല്ലേ പൂക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന്. അതായത് സമയം വരുമ്പോൾ ഫലങ്ങളും പുഷ്പങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനൊരു തടസ്സവും നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പാടില്ല. കാരണം ദൈവത്തിൻ്റെ നമുക്ക് ഈ തന്നിരിക്കുന്നത് സകലർക്കും വേണ്ടിയിട്ടാണ് എന്ന് കരുതിയിട്ട് അത് ആ രീതിയിൽ പോകാൻ വിത്തും വളവും മഞ്ഞും മഴയുമെല്ലാം കർത്താവ് തരുമ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ നമ്മൾ ദയവായിട്ട് ഉഴുതിട്ട ഹൃദയവയലിൽ ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ വിളവ് സമൃദ്ധമായിട്ടുണ്ടാകും, എല്ലാവരുടെ കാര്യങ്ങളും നടക്കും. ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമ്മുടെ വിശ്വാസത്തിന് കഴിയണം. 30 100 60 എന്തായാലും ഫലം പുറപ്പെടുവിക്കണം. ഒരുക്കിയിട്ട ഹൃദയവയലിൽ നന്ദിയോടുകൂടി ദൈവം തരുന്ന വിത്തുകൾ പാകി മുളപ്പിച്ച് വലുതാക്കാനായിട്ട്, അതാണ് നമ്മുടെ നന്ദി വികാരം എന്ന് പറയുന്നത്. നമുക്ക് ഫലം പുറപ്പെടുവിക്കണം. നീണ്ടു നിൽക്കുന്ന ഫലങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അത് നമ്മുടെ ചൈതന്യമായിട്ട് 2ാം 3ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുണ്യവാൻ സ്വന്തം കാര്യം നേടിയിരുന്നെങ്കിൽ ഇന്ന് വല്ലവരും ഓർക്കുമായിരുന്നു. ഓർക്കണം, ഈ മണ്ണ് നമ്മുടെ ഐതിഹ്യമനുസരിച്ച് പുണ്യസ്ഥാനമാകുന്നത് എങ്ങനെയാണ്? മിലാനിൽ നിന്ന് അന്ന് പഞ്ഞം പട വസന്തം മുതലായ ഇത് വ്യാകുലങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചപ്പോൾ വിശുദ്ധൻ്റെ രൂപവുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാനായിട്ട് കപ്പലിൽ പോകുമ്പോൾ നമ്മുടെ ഈ തീരത്ത് വന്നപ്പോൾ കപ്പലിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. മറിച്ച് ചിന്തിച്ചാൽ പുണ്യവാൻ തനിക്ക് കുടിയിരിക്കാനായിട്ടുള്ള ഏറ്റവും പറ്റിയ സ്ഥാനം ഇതാണ് എന്ന് കരുതിയിട്ട് ഇവിടെ ഇറങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ നാട്, ഈ തീരദേശം സെബസ്ത്യാനോസിൻ്റെ നാടാകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മൾ അനുഗ്രഹീതരായ ഒരു കാര്യമാണ്. പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പുണ്യവാൻ്റെ അനുഗ്രഹങ്ങൾ സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് ധാരാളമായിട്ട് പോകാൻ ഇടയാകട്ടെ. ആമേൻ.